ഞാൻ ഈ സിനിമ ആദ്യമായിട്ടൊന്ന് കണ്ടു. ഇപ്പോഴൊന്നുമല്ല, കുറേയധികം വർഷങ്ങൾക്ക് മുമ്പാണ്. പിന്നെ അതിനുശേഷം കണ്ടിട്ടില്ല, ഇനി കാണണമെന്നുമില്ല. അതൊരു മറ പോലെ പറഞ്ഞത് തന്നെയാണ്, ഒരു നുണ തന്നെയാണ്. പക്ഷേ അതിന് വ്യക്തമായൊരു കാരണമുണ്ട്. ഈ സിനിമ ഇത് നമ്മളെ പതിയെ കൊല്ലുന്ന, വേദനിപ്പിച്ച് ഇഞ്ചിഞ്ചായി കൊല്ലുന്ന ഒരു സോഫ്റ്റ് ഡ്രഗാണ്. നിങ്ങളാണ് എന്നെ നശിപ്പിച്ചത്, എന്നെ ഭ്രാന്തനാക്കിയത്. ഇപ്പൊ എന്റെ കുടുംബം കൂടെ നിങ്ങൾ തകർത്തു. ഞാൻ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത്? മമ്മൂട്ടിയുടെ ബാലൻ മാഷ് എന്ന് പറയുന്ന കഥാപാത്രം അയാളുടെ അമ്മാവനായ തിലകനെ അവതരിപ്പിച്ചിരിക്കുന്ന കഥാപാത്രത്തോട് പറയുന്ന ഒരു ഡയലോഗാണ് ഇപ്പൊ നിങ്ങൾ കേട്ടത്. ഇത്തരത്തിൽ ഇല്ലാതായി പോകുന്ന ഒരു പിടി മനുഷ്യരുണ്ട്. ആ ഒരു പിടുത്തം അത്ര ചെറുതൊന്നുമല്ല. സിനിമയുടെ പേര് തനിയാവർത്തനം. മമ്മൂട്ടി, സിബി മലയിൽ, AK ലോഹിതദാസ്, ജോൺസൺ. ഒരു 12 ദിവസം കൊണ്ടാണ് മമ്മൂട്ടി ഈ സിനിമയിൽ വന്ന് അഭിനയിച്ചു പോയത് എന്ന് കേട്ടിട്ടുണ്ട്. ഒരു മെത്തേഡ് ആക്ടർ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഒരു മെത്തേഡ് ആക്ടർ. അയാൾ എങ്ങനെയാണ് ഇത്രയും കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് ഇത്തരം ഒരു ബാലൻ മാഷിനെ വരച്ചു വയ്ക്കുന്നത് അല്ലെങ്കിൽ അവതരിപ്പിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സിനിമ ഇറങ്ങുന്നത് 1987-ലാണ്. പക്ഷേ അതേ സമൂഹത്തെ, അല്ലെങ്കിൽ അത്തരം മതവിശ്വാസങ്ങളെ, അന്ധവിശ്വാസങ്ങളെ, അല്ലെങ്കിൽ ചിന്തകളെ, ഇതൊക്കെ നമുക്ക് ഇന്നും കാണുവാനായിട്ട് സാധിക്കും. കുടുങ്ങിപ്പോവുകയാണ്, കൈ ഉയർത്തി ഇറക്കി വിളിച്ച് പറയുന്നുണ്ട്. പലരും ഒന്ന് സഹായിക്കുകയും സഹായിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. ബാലമാഷ് പഠിപ്പിക്കുന്ന കുറച്ച് പിള്ളേരുണ്ട്. LP-യിലാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്, ലോവർ പ്രൈമറി സ്കൂളിലെ. അപ്പോൾ അവിടുത്തെ ആ പിള്ളേര് ഈ മാഷിനോട് പറയുന്ന, ഈ മമ്മൂട്ടിയുടെ ആ കഥാപാത്രത്തോട് പറയുന്നത് ഇങ്ങനെയാണ്: മാഷ്ക്ക് ഭ്രാന്താന്ന് എല്ലാവരും പറയുന്നത്. ഇത് കേട്ടു നിൽക്കേണ്ടി വരുന്ന ഒരു ബാലൻ മാഷ് ഇല്ലേ, അപ്പുറത്ത് അയാളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? അയാൾക്ക് ഭ്രാന്തി വരാൻ വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? എന്താ അല്ലേ? ബാലമാഷ് മാത്രമല്ല, ഇതിൽ ഒരുപാട് നല്ല കുറേ കഥാപാത്രങ്ങളുണ്ട്. എനിക്കൊന്ന് മുകേഷിന് തന്നെ അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഏറ്റവും മികച്ച കഥാപാത്രങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളൊന്ന് ഈ സിനിമയിൽ ഗോപിനാഥൻ എന്ന് പറയുന്ന ക്യാരക്ടറാണ്. ബാലമാഷിൻ്റെ അനിയനായിട്ടുള്ള, മമ്മൂട്ടിയുടെ അനിയനായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ചതിക്കുഴി കുത്തി കാത്തിരിക്കുക എല്ലാവരും. ആരാ വീഴുമെന്നറിയാൻ ഇല്ല. അടുത്ത ഇരയായിട്ട് എന്റെ ബാലേട്ടനെ വിട്ടുകൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. നേരത്തെ സൂചിപ്പിച്ച തിലകന്റെ ക്യാരക്ടർ, കവിയൂർ പൊന്നമ്മ, അങ്ങനെ ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് വന്നു പോകുന്നുണ്ട് ഇതിൽ. എന്താണ് ഇങ്ങനെ, എന്തതൊന്നും മാറാത്തെ? ഇങ്ങനെ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കും ഇപ്പോഴും.